ഇപ്പോൾ മിക്ക ആളുകളും നമ്മൾ എന്തോരം സെക്ഷുവലി സേഫ് ആവണം എന്ന് പറയുന്നുണ്ടെങ്കിലും ചില ആളുകൾ ഈ കോണ്ടം പോലത്തെ സംഭവങ്ങൾ ഇടാതെ തന്നെ പാർട്ട്നേഴ്സുമായിട്ട് ലൈംഗികപരമായി ഏർപ്പെടുന്നുണ്ട്. സെക്സ് എപ്പോഴും വളരെ സേഫായ അറ്റ്മോസ്ഫിയറിൽ സേഫായിട്ട് തന്നെ ചെയ്തില്ലെങ്കിൽ റിസ്ക് തന്നെയാണ്. ഈവൻ കോണ്ടം പോലും 100% സേഫ് അല്ല. അപ്പോൾ അതിൻ്റെതായ റിസ്കുകളുണ്ട്. സെക്സിൽ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ, ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഫോഴ്സ്ഫുള്ളി ചെയ്യിപ്പിക്കുന്ന പാർട്ട്നേഴ്സ് ഉണ്ട്. അതിനോട് എന്താ പറയാനുള്ളത്? ചില പുരുഷന്മാരിൽ സാഡിസ്റ്റുകളുണ്ട്. ഈ സാഡിസ്റ്റുകളായ പുരുഷന്മാർ അവർക്ക് സ്ത്രീ കരയുന്നത് കണ്ടാൽ മാത്രം അവർക്ക് ഒരു ഇറക്ഷൻ കിട്ടുള്ളൂ. ഈ പോൺ മൂവിയിലൊക്കെ കണ്ടത് അങ്ങനെ തന്നെ അപ്ലൈ ചെയ്യാൻ നോക്കും. പക്ഷേ റിയൽ ലൈഫിൽ അതുമായിട്ട് യാതൊരു കണക്ഷനും ഉണ്ടാവില്ല. ഈ പറഞ്ഞ പാർട്ട്ണർക്ക് അതെല്ലാം വെറുപ്പും ഇറിറ്റേഷനും ഒക്കെ ആയിരിക്കും ഉണ്ടാക്കിയെടുക്കുന്നത്. സെക്ഷൽ ഫിയറൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ സാധ്യതയുണ്ട്. ഈ കനി കുസൃതി എന്ന് പറയുന്ന നടിയുടെ ഒരു ഷോർട്ട് ഫിലിം ഉണ്ടായിരുന്നു. ചെറുപ്പത്തിൽ അവർ ഇതുപോലെ എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെട്ടു. പക്ഷെ അവർ കുറെ കഴിഞ്ഞപ്പോൾ അവരെ പാർട്ട്ണറിന്റെ അടുത്ത് പറയുന്നത് അന്ന് എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെട്ടത് ഞാൻ എൻജോയ് ചെയ്തിരുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു. നമ്മുടെ ടെസ്റ്റോസ്റ്റിറോൺ എന്ന ഹോർമോൺ അമിതമായിട്ട് സ്ത്രീയിൽ കൂടിക്കഴിയുമ്പോൾ ഈ ഒരു ഹൈ ടെൻഡൻസി, ഈ ഒരു മൂഡ്, ഹൈ ഡ്രൈവ് കൂടുതലായിട്ട് കണ്ടിട്ടുണ്ട്. ഈ സെക്ഷുവൽ ട്രോമാസിനെ കുറിച്ച് സംസാരിച്ചാൽ ചില ആളുകൾക്ക് ചെറുപ്പത്തിൽ എന്തെങ്കിലും ഈ ലൈംഗികപരമായിട്ടുള്ള അവയവങ്ങൾ നമ്മൾ അറിയാതെ ഇപ്പൊ പബ്ലിക്കായിട്ട് ഈ മാസ്റ്റർബേറ്റ് ചെയ്യുന്നതൊക്കെ കാണുന്ന ആളുകളുണ്ടാവും. ചെറുപ്പത്തിൽ, വളരെ ചെറുപ്പത്തിൽ ആ സമയത്ത് ഉണ്ടായിരുന്ന ഒരു ട്രോമ വലുതായിട്ടും ഉണ്ടാവും. അത് ഈ ദാമ്പത്യ ലൈഫിലൊക്കെ പിന്നീട് എഫക്റ്റ് ചെയ്യുമെന്ന് പറയുന്ന കേട്ടിട്ടുണ്ട്. ദാമ്പത്യത്തിനോട് അല്ലെങ്കിൽ ആ ഒരു പാർട്ട്ണറിനോടുള്ള ഒരു വിരക്തിയായിട്ട് മാറുന്ന ഇൻസിഡൻസ് നമ്മൾ കേട്ടിട്ടുണ്ട്, സിനിമയിലായാൽ പോലും കണ്ടിട്ടുണ്ട്. സോ എന്താണ് ഈ സെക്ഷൽ ട്രോമ? ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞാൽ സെക്ഷൽ ട്രോമ എന്ന് പറഞ്ഞാൽ നമ്മുടെ കഴിഞ്ഞ കാലത്തിൽ എപ്പോഴെങ്കിലും, മോസ്റ്റ്ലി ചൈൽഡ്ഹുഡിലോ അല്ലെങ്കിൽ എനിക്കുണ്ടായിട്ടുള്ള ഒരു നെഗറ്റീവായ ഒരു അനുഭവം, അത് ചിലപ്പോൾ ഞാൻ സെക്ഷലി അബ്യൂസ് ചെയ്യപ്പെട്ടതായിരിക്കാം, അല്ലെങ്കിൽ എൻ്റെ ഒരു സെക്ഷൽ ടച്ച് ആയിരിക്കാം, അല്ലെങ്കിൽ ഞാനൊരു സെക്സ് ചെയ്യുന്ന വിക്റ്റിമായിട്ടുള്ളതായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞിട്ടുള്ള അനുഭവങ്ങൾ എനിക്ക് കേട്ടതായിരിക്കാം, അല്ലെങ്കിൽ എൻ്റെ പാരൻസിൽ നിന്നോ മറ്റുള്ളവരോ നൈബറിൽ നിന്നോ എവിടെ നിന്നുണ്ടായിട്ടുള്ള ചില സംഭവങ്ങൾ പറഞ്ഞും കേട്ട് എൻ്റെ അനുഭവത്തിൽ വന്നതായിരിക്കാം. ഇത് ലൈഫിൽ ശരിക്കും ഇമ്പാക്റ്റ് ചെയ്യും. അത് സാധാരണ സ്ത്രീകളിലും വരും, പുരുഷന്മാരിലും വരും. സ്ത്രീകളിലാണ് കൂടുതൽ കണ്ടിട്ടുള്ളത്, പുരുഷന്മാരിലും വരുന്നുണ്ട്. സെക്സിനോടുള്ള ഭയം, സെക്സിനോടുള്ള ആങ്സൈറ്റി, അവേർഷൻ, വെറുപ്പ് സെക്സിനോട്. സെക്സ് എന്ന് പറയുമ്പോൾ അതിനോടുള്ള വാക്ക് കേൾക്കുമ്പോൾ തന്നെ അവർ ഹാർട്ട് ബീറ്റ് ഇടിക്കുക, ഈ കല്യാണം വേണ്ട എന്ന് പറയാം. വളരെ പേര് പാരൻസ് ഒക്കെ നിർമ്മിച്ച് കല്യാണം കഴിച്ചിട്ട് എന്ത് ചെയ്ത സെക്സ് ചെയ്യാൻ തയ്യാറാവാത്തൊരവസ്ഥ, വാജിനിസ് മിസ് എന്ന് പറഞ്ഞൊരവസ്ഥ. അതായത് ഇവർക്ക് ഈ ടെൻഷനും ഈ ഫിയറും വരുന്ന സമയത്ത് അവരെ വജൈന കൺട്രാക്ട് ചെയ്യപ്പെടും. അതായത് വജൈന സ്പാസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഒരിക്കലും അത് എക്സ്പാൻഡ് ചെയ്യാതെ വരുന്ന സമയത്ത് ഇൻസെർഷൻ പോസിബിൾ അല്ലാതെ വരും. അങ്ങനെ വരുന്ന സമയത്ത് ഹസ്ബൻഡ് വീണ്ടും അതിന് ചെയ്യുന്ന സമയത്ത് മോർ ഫിയർ ഉണ്ടാവും, പെയിൻഫുൾ സെക്സ് ഉള്ള ഒരു അനുഭവത്തിലേക്ക് വരും. സെക്ഷൽ ട്രോമ ഈ ഒരു കപ്പിൾ ലൈഫിൽ വളരെ ഇമ്പാക്റ്റ് ചെയ്യുന്ന സംഭവമാണ്. സെക്ഷൽ ലൈഫിനെ ബാധിക്കുന്ന, സെക്ഷൽ ഹെൽത്തിനെ ബാധിക്കുന്ന ഒരു സംഭവമാണ്. പലരുടെയും ഈ ഒറ്റ കാരണം കൊണ്ട് തന്നെ സെപ്പറേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ ഒറ്റ കാരണം കൊണ്ട് ഈ സ്ത്രീകളിലെ ഈ വിരക്തി നമ്മൾ പറഞ്ഞു. ഇപ്പൊ പുരുഷന്മാരെ വെച്ച് നോക്കുകയാണെങ്കിൽ അവർ ചെറുപ്പത്തില് അവർ ഈ സെക്ഷലി എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടുള്ള പുരുഷന്മാർ ഇപ്പൊ തുറന്നു പറയുന്ന ആളുകളുണ്ട്. ചെറുപ്പത്തില് ഞാൻ പീഡനത്തിനിരയായിട്ടുണ്ട്, ഞാൻ ലൈംഗികപരമായി എന്നെ ഉപദ്രവിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അതും ഇതുപോലെ ദാമ്പത്യ ജീവിതത്തിലേക്ക് വരുമ്പോൾ ആ ഒരു ലൈംഗികതയിൽ ഉൾപ്പെടാൻ അല്ലെങ്കിൽ ഏർപ്പെടാൻ ഒരു വിരക്തി ഉണ്ടാക്കുന്നില്ലേ? തീർച്ചയായിട്ടും. പുരുഷന്മാരിലും കുട്ടികളായിരിക്കുമ്പോഴോ ചെറുപ്പത്തിലോ അവർ സെക്ഷലി അബ്യൂസ് ചെയ്യപ്പെട്ടതോ യൂസ് ചെയ്യപ്പെട്ടതായുള്ള സംഭവങ്ങൾ അവരിപ്പോഴും ലൈഫിനെ ബാധിച്ചിട്ടുണ്ട്. എൻ്റെ അടുത്ത് റീസെൻ്റായിട്ട് വന്നിട്ടൊരു കേസ്, ഒരു ചെറുപ്പക്കാരൻ്റെ കേസാണ്. പുള്ളി സെക്ഷലി അബ്യൂസ് ചെയ്യപ്പെട്ടു. അന്ന് അതിലൊരു തെറ്റൊന്നും തോന്നിയില്ല. പിന്നീട് അതൊരു കുറ്റബോധമായിട്ട് മാറി. ആ കുറ്റബോധം പിന്നെ ഇപ്പോഴും പുള്ളിക്ക് സെക്ഷൽ ഇറക്ഷൻ കിട്ടും ഇൻ്റർകോഴ്സ് ചെയ്യുമ്പോൾ, പക്ഷേ പ്ലഷർ ഇല്ല, യാതൊരു ഫീലും ഇല്ലാത്തൊരവസ്ഥ. അപ്പോൾ ഈ ഒരു കേസായിട്ട് എൻ്റെ അടുത്ത് കൺസൾട്ടേഷൻ വന്നത്. അപ്പോൾ നമ്മളതിൻ്റെ കാരണത്തിലേക്ക് പോയി ഇത് കണ്ടുപിടിച്ച് കഴിയുമ്പോഴാണ് കാരണം മുമ്പ് ചെയ്ത പുള്ളിയുടെ ഇഷ്ടമല്ലാതെ പക്ഷെ അന്നൊരു കുറ്റം ചെയ്തു എന്നുള്ള ഒരു കുറ്റബോധം
അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ കിടക്കുമ്പോൾ അതൊരു ബ്ലോക്കായിട്ട് നിൽക്കുകയാണ്. ഈ ഒരു പ്ലഷറിനെ പ്രിവെൻറ്റ് ചെയ്യാണ്. കാരണം ഞാൻ തെറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും ഐ ഡിസേർവ് ദ പണിഷ്മെൻ്റ് എന്ന് അബോധ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത അദ്ദേഹത്തിനുള്ളിൽ കയറി പോയിട്ടുണ്ടാവും, നോട്ട് കോൺഷ്യസ്ലി. അത് അദ്ദേഹത്തിനെ ഇത് ബ്ലോക്ക് ചെയ്യുന്നു. ഈ ചില എൻ്റെ കാഴ്ചപ്പാടേ മാറുന്നുണ്ട് ചിലർ. എൻ്റെ ജീവിതത്തിലുണ്ടായ അനുഭവം വച്ചിട്ട് ഞാനൊരു മുൻവിധിയിലേക്ക് എത്തും, ഇങ്ങനെ ചില ഡിസിഷനിലേക്ക് എത്തും. ഇത് ശരിയല്ല, തെറ്റാണ്, ഇത് ഒരിക്കലും ശരിയായ രീതി, അങ്ങനെ എത്തുന്ന കുറേ ആൾക്കാരുണ്ട്. ലൈഫിൽ പേടിയുള്ളവർ അനുഭവപ്പെടുന്നുണ്ട്. അതെല്ലാം സെക്ഷൽ ലൈഫിനെ അവർ ബാധിക്കുന്നതായി കണ്ടിട്ടുണ്ട്. ഈ ലൈംഗികപരമായി ചെറുപ്പത്തിൽ ആക്രമിച്ചു എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. ഈ കനി കുസൃതി എന്ന് പറയുന്ന നടിയുടെ ഒരു ഷോർട്ട് ഫിലിം ഉണ്ടായിരുന്നു. ചെറുപ്പത്തിൽ അവർ ഇതുപോലെ എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെട്ടു. പക്ഷെ അവര് കുറെ കഴിഞ്ഞപ്പോ അവര് പാർട്ട്ണറിന്റെ അടുത്ത് പറയുന്നത് അന്ന് എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെട്ടത് ഞാൻ എൻജോയ് ചെയ്തിരുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു. ഐ വാസ് ഫീലിംഗ് വെരി ഗുഡ് എന്നായിരുന്നു ആ ഒരു ഷോർട്ട് ഫിലിമിൽ പറയുന്നുണ്ടായിരുന്നത്. അങ്ങനെ ഉണ്ടാവും നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടുമ്പോൾ നമുക്ക് അതെങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റുന്നത്? നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. എൻ്റെ അടുത്ത് വന്ന കേസുകളിൽ സെക്ഷൽ അബ്യൂസ് ഹൈപ്പർ സെക്ഷൽ ആക്ടിവിറ്റിയിലേക്ക് പോയിട്ടുണ്ട്. ആ സമയത്ത് അവർ ചിലപ്പോൾ അവർക്കൊരു രസം കിട്ടിയിട്ടുണ്ടാവും, ഒരു പ്ലഷർ കിട്ടിയിട്ടുണ്ടാവും, ആ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. ആ മൂഡ് ആ ഒരു ഏജിൽ ഫസ്റ്റ് ടൈമിട്ടുള്ള ഫസ്റ്റ് എക്സ്പീരിയൻസാണ്. അത് ബ്രെയിനിൽ സേവ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. പിന്നീട് അതേ മൂഡ് മോർ എന്ന് ബ്രെയിൻ ഒരു ആഗ്രഹം വന്നിട്ടുണ്ടാവും. ഈ സെക്ഷലി അബ്യൂസ് ചെയ്യപ്പെട്ടതും യൂസ് ചെയ്യപ്പെട്ടിട്ടുള്ള ഈവൻ സ്ത്രീകൾ ഉൾപ്പെടെ ഹൈപ്പർ സെക്ഷൽ ഡിസയറിലേക്ക് വന്നിട്ടുള്ള കേസുകളുണ്ട്. സെക്ഷനോട് അവർഷം മാത്രമല്ല, ഓവർ സെക്സിലേക്കുള്ളൊരു താല്പര്യവും വന്നിട്ടുണ്ട്. ഇതുപോലെ ഹൈപ്പർ സെക്ഷനിലേക്ക് സ്ത്രീകളെ എത്തിക്കുന്ന മറ്റു ചില കാരണങ്ങൾ കൂടിയുണ്ട്. ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറിലുള്ള അധികം പേർക്കും സെക്സ് ഡ്രൈവ് ഭയങ്കര ഹൈ ആയിരിക്കും. പിന്നെ ബൈപ്പോളാർ ഡിസോർഡറിലുള്ള ആൾക്കും സെക്ഷൽ ഡ്രൈവ് കൂടുതലായിട്ട് കണ്ടിട്ടുണ്ട്. ചില മാനസിക പ്രശ്നങ്ങളുള്ളവർക്ക് സെക്സ് ഡ്രൈവ് ഭയങ്കരമായിട്ട് കണ്ടിട്ടുണ്ട്. ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാവുമ്പോൾ സെക്സ് ഡ്രൈവ് ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. അവർ തന്നെ നിയന്ത്രിക്കാൻ പറ്റാത്ത ഹൈപ്പർ സെക്ഷൽ ഡിസോർഡർ എന്ന് അതിനെ പറയും ഇൻ വുമൺ. അപ്പോൾ അവരുടെ പോലും കൺട്രോളിലില്ലാത്ത സെക്ഷലായിട്ടുള്ള അമിതമായ താല്പര്യം വരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ സാധാരണ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പിയും അതിനോടൊപ്പം തന്നെ ചില കേസുകൾ മെഡിക്കേഷനും ആവശ്യമായിട്ട് വരും. കാരണം ഹോർമോണൽ ചേഞ്ചസ് അമിതമായിട്ട് വരുമ്പോൾ ആൻറ്റി ആൻഡ്രോജൻ പോലത്തെ മെഡിക്കേഷൻസും ആൻറ്റി ഡിപ്രസൻറ്റ് പോലത്തെ മെഡിസിൻസും കൊടുക്കേണ്ടി വരും. കാരണം ചിലരിൽ നമ്മുടെ ടെസ്റ്റോസ്റ്റിറോൺ എന്ന ഹോർമോൺ അമിതമായിട്ട് സ്ത്രീയിൽ കൂടിക്കഴിയുമ്പോൾ ഈ ഒരു ഹൈ ടെൻഡൻസി, ഈ ഒരു മൂഡ് ഹൈ ഡ്രൈവ് കൂടുതലായിട്ട് കണ്ടിട്ടുണ്ട്. ഈ സ്ത്രീകളിലെ ഈ സെക്ഷുവൽ ഡ്രൈവ് ഹൈ ആയിരിക്കുന്ന കാര്യം പറഞ്ഞുകൊണ്ട് പറയാണ്, ഈ പീരീഡ്സിന്റെ അല്ലെങ്കിൽ ഈ ആർത്തവ സമയത്തിന്റെ ഓവുലേഷൻ പീരീഡിൽ വരുമ്പോൾ സ്ത്രീകൾക്ക് ഈ സെക്ഷുവൽ ഡ്രൈവ് ഭയങ്കര കൂടുതലാണ് എന്ന് കേട്ടിട്ടുണ്ട്. അത് ശരിയാണോ? ഉണ്ട്, എല്ലാവർക്കും ഇല്ല. ഈ ഒരു ഓവുലേഷന്റെ സമയത്ത് എന്ത് ഇമോഷനും ഹൈ ആയിട്ട് വരുന്ന കണ്ടിട്ടുണ്ട്. ചിലർക്ക് ഇത് മാത്രമല്ല, അമിതമായിട്ട് ദേഷ്യം, ഇറിറ്റേഷൻ, അഗ്രസീവ് ബിഹേവിയർ, അതേപോലെ തന്നെ സെക്ഷൽ ഡ്രൈവും ചിലർക്ക് ഹൈ ആയിട്ട് കണ്ടിട്ടുണ്ട്. അത് ചിലർക്ക് ഓവുലേഷൻ്റെ പീരീഡിൽ മാത്രമല്ല, ചിലർക്ക് ഡ്യൂറിങ് പീരീഡിലും ആഫ്റ്റർ പീരീഡിലും ഇത് തന്നെ കണ്ടിട്ടുണ്ട്. മോസ്റ്റ്ലി ആളുകൾക്ക് ഓവുലേഷൻ്റെ സമയത്താണ് കണ്ടിട്ടുള്ളത്. അത് അവരുടെ ഒരു ഹോർമോണൽ ചേഞ്ചസിൻ്റെ ഭാഗമാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഇപ്പോൾ മിക്ക ആളുകളും നമ്മൾ എന്തോരം സെക്ഷലി സേഫ് ആവണം എന്ന് പറയുന്നുണ്ടെങ്കിലും ചില ആളുകൾ ഈ കോണ്ടം പോലത്തെ സംഭവങ്ങൾ ഇടാതെ തന്നെ പാർട്ട്നേഴ്സുമായിട്ട് ലൈംഗികപരമായി ഏർപ്പെടുന്നുണ്ട്. അപ്പൊ അവർ പറയും എനിക്ക് ഈ പാർട്ട്ണറെ ഭയങ്കര വിശ്വാസമാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് ഈ കോണ്ടം പോലുള്ള സംഭവങ്ങൾ ഇടേണ്ട ആവശ്യമില്ല, യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട്. അത് ശരിയാണ്? എപ്പോഴും ഒരു പ്രൊട്ടക്ഷൻ എപ്പോഴും സേഫാണ്. നമ്മൾ കാര്യം IPL ഇതൊന്നും കംപ്ലീറ്റ്ലി സേഫ് അല്ല. ഈവൻ കോണ്ടം പോലും 100% സേഫ് അല്ല. അപ്പോൾ അതിൻ്റെതായ റിസ്കുകളുണ്ട്. പിന്നെ ചില സമയത്ത് ചിലർ കോണ്ടം ഉണ്ടെങ്കിൽ പോലും ആ ഒരു ഹൈ മൂഡിൽ ഇതുപോലെ ഉപയോഗിക്കാതെ സെക്സ് ചെയ്യുന്നവരുണ്ട്. ഇതിൻ്റെ എഫക്റ്റ് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈസിലി സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസുകൾ വരാനുള്ള ചാൻസ് കൂടുതലാണ്. HIV, സിഫിലിസ്, അതായത് പിന്നെ ഇത് ഗൊണോറിയ, ഇത് കൂടാതെ തന്നെ മറ്റ് അസുഖങ്ങളുണ്ട്. ഹെപ്പറ്റൈറ്റിസ് B, ഹെപ്പറ്റൈറ്റിസ് C, പിന്നെ ഹ്യൂമൻ പാപ്പിലോ വൈറസ്, ഇതെല്ലാം വരാനുള്ള ഹൈ ചാൻസ് ഉണ്ട്. പിന്നീട് എൻ്റെ അടുത്ത് വന്നിട്ടുള്ള കേസുകൾ ഒരു സെക്സിൽ ഏർപ്പെടുത്തിയിട്ട് അമിതമായ ഫിയർ വന്നിട്ട് കിടക്കാനും ഉറങ്ങാനും പറ്റാത്ത വന്നിട്ടുണ്ട്. കാരണം ഇനിയും എനിക്ക് എന്തെങ്കിലും അസുഖം പിടിപെട്ടിട്ടുണ്ടോ എന്ന് ഉള്ള അമിതമായ ഭയം. കാരണം അൺപ്രൊട്ടക്റ്റഡ് സെക്സ് ഞാൻ ചെയ്തു, ഈ ഒരു കാരണം കൊണ്ട് എനിക്ക് വരുമോ എന്നുള്ളൊരു ആദി കൊണ്ട് സെക്സിനെ ഭയക്കുന്നവരുണ്ട്, ഉറക്കം പോകുന്നവരുണ്ട്.
അതുകൊണ്ട് എപ്പോഴും സെക്സ് എപ്പോഴും വളരെ സേഫായ അറ്റ്മോസ്ഫിയറിൽ സേഫായിട്ട് തന്നെ ചെയ്തില്ലെങ്കിൽ റിസ്ക് തന്നെയാണ്. ഡോക്ടർ പറയുന്നത് അപ്പൊ ഇനി നമ്മൾ കല്യാണം കഴിക്കുന്നതിനേക്കാളും മുന്നേ HIV ഉണ്ടോ എയ്ഡ്സ് ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്തിട്ട് വേണം നമ്മളൊരു പാർട്ട്ണറിനെ കല്യാണം കഴിക്കാനല്ലേ? ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐഡിയലി ഒരു മെഡിക്കൽ ടെസ്റ്റുകൾ വളരെ അത്യാവശ്യമാണ്. നമ്മളെല്ലാവരും ജാതകമൊക്കെ പോയി പൊരുത്താണ് നോക്കണേ. അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് വേണ്ടത് ഒരു ഹെൽത്ത് പ്രൊഫൈൽ ചെക്ക് ചെയ്യുന്നത് തന്നെയാണ്. അയാൾക്ക് എന്തെല്ലാം ക്രോണിക് ഡിസീസുകളുണ്ട്, ജെനറ്റിക്കൽ ഒറിജിൻ എന്തൊക്കെ വരാനുള്ള ചാൻസുകളുണ്ട്. അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സീറോളജി എന്ന് പറഞ്ഞ ടെസ്റ്റ്. സീറോളജി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പറഞ്ഞ സെക്ഷൽ ഡിസീസുകളൊക്കെ അതിൽ കണ്ടുപിടിക്കാൻ പറ്റും. ഹെപ്പറ്റൈറ്റിസ് സി പോലത്തുള്ള ക്രോണിക് ആയിട്ടുള്ള വൈറൽ അസുഖങ്ങൾ. കാരണം ഇതൊക്കെ ഒരു തവണ വന്നു കഴിഞ്ഞാൽ ലൈഫ് ലോങ് നമ്മുടെ കൂടെ ഉണ്ടാവും. ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും ഒക്കെ, ബിക്ക് നമുക്കൊരു വാക്സിനേഷൻ എടുക്കാമെന്ന് വയ്ക്കാം. HIV ഇതുവരെ മെഡിസിൻ കണ്ടെത്തിയിട്ടില്ല. അപ്പോൾ അത് ലൈഫ് ലോങ് നിൽക്കുന്ന ഒരു അവസ്ഥയായിട്ട് നിൽക്കും. അപ്പോൾ ഈ തരം കാര്യങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും നല്ലത് ഇത്തരം ടെസ്റ്റുകളൊക്കെ നടത്തിയിട്ട് ഒരു സേഫ് സർട്ടിഫിക്കറ്റ് വന്നിട്ട് ഒരു പ്രൊപ്പോസൽ നടത്തുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്നാണ് എൻ്റെ അഡ്വൈസ്. ഈ സെക്സ് ചെയ്യുമ്പോൾ ഒരു പാർട്ട്ണർക്ക് ഇഷ്ടമില്ലാത്ത, സെക്സിൽ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ, ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഫോഴ്സ്ഫുള്ളി ചെയ്യിപ്പിക്കുന്ന പാർട്ട്നേഴ്സ് ഉണ്ട്. അതിനോട് എന്താ പറയാനുള്ളത്? സെക്സ് ശരിക്കും ഒരു മ്യൂച്വൽ ആയിട്ടൊരു ഇതാണ്. രണ്ടുപേര് പല പാർട്ട്നേഴ്സും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഇഷ്ടങ്ങൾ ഷെയർ ചെയ്യാറില്ല, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറില്ല. നമുക്ക് ഓരോ പാർട്ട്ണർക്കും വ്യത്യസ്തമാണ് അവരുടെ ഇഷ്ടങ്ങൾ. രണ്ടുപേര് എഗ്രി ആണെങ്കിൽ എങ്ങനെ വേണമെങ്കിൽ സെക്സ് എൻജോയ് ചെയ്യാം. പക്ഷെ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഫോഴ്സ്ഫുള്ളി ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് പാർട്ടിക്ക് എതിർപ്പും വരും, മൂഡും ഉണ്ടാവില്ല. സെക്ഷനിൽ അവർക്ക് ഫിയറും വരാനുള്ള ചാൻസ് ഉണ്ട്. എപ്പോഴും ഒരു രണ്ട് പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്തിട്ട് ഇങ്ങനെയുള്ള ഒരു പൊസിഷൻസ് ഉൾപ്പെടെ, അല്ലെങ്കിൽ ഏത് രീതിയിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. പുരുഷന്മാർ പലരും ഈ പോൺ മൂവിയിലൊക്കെ കണ്ടത് അങ്ങനെ തന്നെ അപ്ലൈ ചെയ്യാൻ നോക്കും. പക്ഷെ റിയൽ ലൈഫിൽ അതുമായിട്ട് യാതൊരു കണക്ഷനും ഉണ്ടാവില്ല. ഈ പറഞ്ഞ പാർട്ട്ണർക്ക് അതെല്ലാം വെറുപ്പും ഇറിറ്റേഷനും ഒക്കെ ആയിരിക്കും ഉണ്ടാക്കിയെടുക്കുന്ന, ഒരു സെക്ഷൽ ഫിയർ ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരിക്കലും അങ്ങനെ പാടില്ല. എൻ്റെ സെക്ഷൽ ഡിസയറും ഇഷ്ടങ്ങളും ഫാൻറ്റസീസും താല്പര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യുക. എന്നിട്ട് അതിലൊരു രണ്ടുപേർക്കും അഭികാമ്യമായ ഒരു രീതിയിൽ വേണം ഒരു ഇതിലേക്ക് വരാനായിട്ട്. ഏതോ ഒരു സിനിമയിൽ കണ്ടിട്ടുണ്ട്, ഏത് സിനിമയെന്ന് എനിക്ക് ഓർമ്മയില്ല. ഈ അവസാനത്തെ ഈ സെക്സ് ചെയ്യുമ്പോൾ ഒരു എൻഡില് ആ ഒരു സെക്ഷൽ പ്ലഷർ, ആ ഒരു മൂർധന്യ അവസ്ഥയിൽ ഓർഗാസത്തില് മരിച്ചു പോയൊരു സിനിമ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഓർഗാസം ചെയ്തിട്ട് മരിച്ച ആളുകളുണ്ടോ? ഓർഗാസം ഏത് രീതിയിലുള്ള ഓർഗാസമാണ് അത് ഓർഗാസത്തിൽ എത്തിക്കാൻ എല്ലാവരും ഒരേപോലെ അല്ല മാർഗങ്ങൾ ഉപയോഗിക്കുന്നത്. ചിലർ എൻ്റെ അടുത്ത് വന്നിട്ടുള്ള കേസുകളിൽ അവർക്ക് ഒരു പെൺകുട്ടി പെയിൻ കിട്ടിയാൽ മാത്രം അവർക്ക് ഓർഗാസം വരുള്ളൂ. ചില പുരുഷന്മാരിൽ സാഡിസ്റ്റുകളുണ്ട്. ഈ സാഡിസ്റ്റുകളായ പുരുഷന്മാരെ അവർക്ക് സ്ത്രീ കരയുന്നത് കണ്ടാൽ മാത്രം അവർക്ക് ഒരു ഇറക്ഷൻ കിട്ടുള്ളൂ. ആ ഇറക്ഷൻ കിട്ടിയാലാണ് അവർക്ക് ആ പ്ലഷറിലേക്ക് വന്നിട്ട് ഓർഗാസം. എത്ര മോർ സ്ത്രീയെ കരയിപ്പിക്കുന്നോ അല്ലാതെ യാതൊരു നോർമൽ രീതിയിൽ അവർക്ക് ഫീല് വരില്ല. അപ്പം അങ്ങനെയുള്ള കേസിൽ ഓർഗാസം വരുന്ന സമയത്ത് തീർച്ചയായിട്ടും അത് അപകടകരമായ രീതിയിലുണ്ട്. ചിലർ കണ്ടിട്ടില്ലേ, ഇപ്പോൾ ഈ BDSM എന്നൊക്കെ പറഞ്ഞ് കണ്ടിട്ടില്ലേ, കൈയും കാലൊക്കെ കെട്ടിയിട്ടിട്ട് അതിൽ മാത്രം ഓർഗാസം കിട്ടുന്നവരുണ്ട്. അതെല്ലാം ഒരു ഡെഡ്ലി ഗെയിമുകളാണ്. അതിന് വേറെ ഒരു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ശ്വാസം മുട്ടിച്ച് ഓർഗാസം അനുഭവിക്കുന്നവരുണ്ട്. സ്ത്രീകളിലാണ് ഇത് കൂടുതൽ കാണുന്നത്. അതായത് അവർ ഒരു പില്ലോ സ്വന്തം പാർട്ട്ണറോട് പറയും, ഒരു പില്ലോ എടുത്തിട്ട് ശ്വാസം മുട്ടിക്കാൻ പറയും, അല്ലെങ്കിൽ കഴുത്തിൽ ഞെക്കി ശ്വാസം മുട്ടിക്കാൻ പറയും. എന്നിട്ട് അതിൻ്റെ ഒരു പീക്ക് ടൈം ആകുമ്പോൾ കൈ വിടാൻ പറയും. കാരണം അവർക്ക് ഓർഗാസം കിട്ടിക്കഴിയുമ്പോൾ ഒത്തിരി പേര് മരിച്ചിട്ടുണ്ട്. അതായത് ഈ ഓർഗാസം കിട്ടുന്ന അവസ്ഥയിൽ അപ്പോഴേക്കും അതിൻ്റെ ഒരു ഹൈപ്പോക്സിയ എന്ന് പറഞ്ഞ അവസ്ഥയിൽ എത്തിയിട്ടുണ്ടാകും. അതായത് നമുക്ക് ഹൈപ്പോക്സിയയിൽ എത്തുമ്പോൾ ഓക്സിജൻ വളരെ കുറഞ്ഞ സമയത്ത് നമുക്കൊരു ഭ്രമമാണ് അനുഭവിക്കുന്നത്. ആ സമയത്ത് അതിലൂടെ ഓർഗാസം കിട്ടുന്നുണ്ട്. പക്ഷേ ഇതൊരു മരണത്തിലേക്ക് എത്തിച്ചിട്ടുള്ള പല കേസുകളും ഉണ്ടായിട്ടുണ്ട്. റീസെന്റ് തന്നെ നോർത്ത് ഇന്ത്യയിൽ ഒരു കേസ് അങ്ങനത്തെ ഉണ്ടായിട്ടുണ്ട്. അതെ. അപ്പോൾ ഇതുപോലത്തെ ഓർഗാസം ഡേഞ്ചറാണ്. അത് കുറച്ച് റെയർ കേസുകളിലുള്ളൂ, കോമൺ അല്ല. ഡോക്ടറുടെ അടുത്ത് അങ്ങനത്തെ എന്തെങ്കിലും എൻ്റെ അടുത്ത് ഈ പറഞ്ഞ ശ്വാസം മുട്ടിച്ച് ഓർഗാസം അനുഭവിക്കുന്ന വ്യക്തികൾ വന്നിട്ടുണ്ട്. ആ പ്രാക്ടീസ് ചെയ്യുന്നവർ വന്നിട്ടുണ്ട്. പെയിൻ കിട്ടിയിട്ട് ഓർഗാസം അനുഭവിക്കുന്നവരുണ്ട്. അതേ സെക്ഷൽ അവരെന്താ പറ്റണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സെക്ഷൽ പ്ലഷർ കിട്ടാൻ വേണ്ടിയിട്ട് സ്വന്തം പാർട്ട്ണറെ വിട്ടിട്ട് ഇത് പ്രൊവൈഡ് ചെയ്യുന്ന പാർട്ട്ണറുടെ കൂടെ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പിലേക്ക് പോകുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം സ്വന്തം പാർട്ട്ണർക്ക് ഇതിങ്ങനെ പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ആര് പ്രൊവൈഡ് ചെയ്യുന്നു അവരുടെ കൂടെ പോയിട്ട്
അത് എൻജോയ് ചെയ്യുന്നവരുണ്ട്. രണ്ടുപേരും സാഡിസ്റ്റുകളാണെങ്കിൽ അതെ. അവർ രണ്ടുപേരും എൻജോയ് ചെയ്യാൻ പറ്റും. പക്ഷേ ഫാമിലി ലൈഫിൽ സാധാരണ അങ്ങനെ സംഭവിക്കാറില്ല. രണ്ടുപേരും സാഡിസ്റ്റുകളെ കിട്ടാറില്ല. പക്ഷെ പാർട്ട്നേഴ്സ് അവർ കണ്ടുപിടിക്കാറുണ്ട് ചിലരൊക്കെ. അപ്പോൾ രണ്ടുപേർക്ക് അങ്ങനെ ഒരു സാഡിസ്റ്റ് ഈ ഒരു പെയിൻ കൊടുത്തുകൊണ്ട് അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റാറുണ്ട്. അപ്പൊ ഈ ഒരു ഇത് ലൈംഗിക വൈകൃതമാണോ ശരിക്കും? ഇതൊരു വൈകൃതമായിട്ടാണ് നമ്മൾ സൈക്കോളജിയിൽ പറയുന്നത്. ഇതെല്ലാം ഇത് മാറ്റാൻ പറ്റും? ഇതൊരു ബിഹേവിയർ പ്രോബ്ലമാണ്. മാറ്റണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ CBT പോലത്തെ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പികളാണ് ഇതിൽ അപ്ലൈ ചെയ്യുന്നത്. ചില കേസുകൾ ചിലപ്പോൾ മെഡിസിൻ ആവശ്യമായിട്ട് വരും. പക്ഷെ മിക്കവരും ഇത് മാറണമെന്ന് ആഗ്രഹം പ്രകടിപ്പിക്കാറില്ല. അവരതിൽ ഹാപ്പിയാണ്. കഴിഞ്ഞ ദിവസം എന്നെ ഒരു 24 വയസ്സുള്ളൊരു ഒരു മെയിൽ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അവൻ്റെ അവന് ഈ ഒരു സെക്ഷൽ പ്ലഷർ കിട്ടുന്നത് ലേഡീസിൻ്റെ ഷൂ, അണ്ടർവെയർ, അല്ലെങ്കിൽ സ്ത്രീകൾ ഉപയോഗിക്കുന്ന എന്തെങ്കിലും വസ്തുക്കൾ, അതായത് ജീവനില്ലാത്ത വസ്തുക്കളിൽ നിന്ന് മാത്രമാണ്. ഇന്നർ വെയേഴ്സ് അല്ലെങ്കിൽ മോസ്റ്റ്ലി ഷൂ അല്ലെങ്കിൽ അവരുടെ ചെരുപ്പുകൾ, ഇതിൽ നിന്ന് മാത്രമേ കിട്ടുള്ളൂ. ഇതിൽ നിന്ന് മാത്രമാണ് അവൻ്റെ ഫാൻറ്റസിയും പ്ലഷറും ഓർഗാസും. അപ്പോൾ ഇവ എന്നോട് ചോദിക്കുന്നത്, ഇതെടുത്ത് കളയരുത്, ഇതിനെ ഒന്ന് കുറച്ചാൽ മതി, കാരണം അവൻ്റെ ഡേ ടു ഡേ ലൈഫിനെ അത് എഫക്റ്റ് ചെയ്യുന്നു, ജോലിയെ എഫക്റ്റ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ വൈകൃതങ്ങളായ രീതിയിൽ സെക്ഷൽ പ്ലഷർ കിട്ടുന്ന ആളുകളുണ്ട്. പക്ഷെ ഇവരാരും മാറ്റണമെന്ന് വെച്ചാൽ മാറ്റാൻ പറ്റും, പക്ഷെ അവർ മാറാൻ തയ്യാറല്ല. കാരണം ഒരു തവണ ഒരു പ്ലഷർ കിട്ടിക്കഴിഞ്ഞാൽ അത് മാറിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് നഷ്ടപ്പെട്ടു പോകുന്നുള്ള ഫിയർ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ സോഷ്യൽ മീഡിയ ആണല്ലോ ഇപ്പൊ നമ്മളുടെ ജീവിതത്തിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലാണെങ്കിൽ പോലും ഒരുപാട് പേര് നമ്മളെ ജീവിതത്തെ നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ടും മോശം കാര്യങ്ങൾ പറഞ്ഞിട്ടും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സെക്സിനെ കുറിച്ച് ഈ ആധികാരികമായ ഒരു ഡിഗ്രി ഒന്നും ഇല്ലാത്ത ആളുകൾ വന്നിരുന്ന് ഇൻസ്റ്റയിലായാലും ഫേസ്ബുക്കിലായാലും നിങ്ങൾ ഇങ്ങനെ സെക്സ് ചെയ്യണം, നിങ്ങൾ പാർട്ട്ണറിൻ്റെ അടുത്ത് ഇങ്ങനെ പെരുമാറണം എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. പക്ഷെ ഇവർ ഒരു സെക്സോളജിസ്റ്റോ സെക്സ് തെറാപ്പിസ്റ്റോ ഒന്നും ആയിരിക്കത്തില്ല. അപ്പൊ അങ്ങനെ അവർ പറയുന്നതിനെ കൊണ്ട് ചിലപ്പോൾ തെറ്റായ ഇൻഫർമേഷൻ നമ്മൾ ഫീഡ് ചെയ്യപ്പെടും. അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? തീർച്ചയായിട്ടും ഇങ്ങനെ ഒത്തിരി ഞാൻ പലപ്പോഴും അത്ഭുതപ്പെട്ടിട്ടുണ്ട്. സൈക്കോളജിയെക്കുറിച്ച്, സൈക്കോളജിയുടെ ബാക്ക്ഗ്രൗണ്ട് പോലും ഇല്ലാത്തവർ പല ടെക്കുകളും ഈ സൈക്കോളജിയെക്കുറിച്ച് സംസാരിക്കുന്നു. അതിനെക്കുറിച്ച് അവരെ സംബന്ധിച്ച് അവരുടെ ഇൻറ്റൻഷനൊക്കെ അത് എങ്ങനെ ഒരു വൈറലായി മാറും. ചില സബ്ജക്റ്റുകളുണ്ട്, ആ ഒരു വേർഡ് കാണുമ്പോൾ തന്നെ മനുഷ്യർ അങ്ങോട്ട് അട്രാക്ട് ചെയ്യപ്പെടും. പക്ഷേ ആരാണ് ഈ പറയുന്ന വ്യക്തി, എന്താണ് അവരുടെ വിദ്യാഭ്യാസം, ആ മേഖലയിലുള്ള നൈപുണ്യം, എക്സ്പീരിയൻസ് എന്താണ്, അതൊരു റൈറ്റ് പേഴ്സൺ ആണോ ഇത് പറയും, ഇതും പലരും നോക്കാറില്ല. ഞാൻ ഭയങ്കര വിരുദ്ധമായിട്ട് ചില കാര്യങ്ങൾ കണ്ട് വണ്ടർ അടിക്കാറുണ്ട്. കാരണം ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഇൻഫോർമേഷൻസ് കുറച്ചൊക്കെ ചിലപ്പോൾ അവിടെ ഏതെങ്കിലും ഒരു ബുക്ക് ചെയ്യുന്നോ എന്തെങ്കിലും ഗൂഗിൾ സെർച്ച് ചെയ്തോ എന്തെങ്കിലുമൊക്കെ പറയുന്നു, തുടക്കം ഉണ്ടാവില്ല, ഒടുക്കം ഉണ്ടാവില്ല. ആ ഒരു മെയിൻ കഷ്ണം മാത്രം പറഞ്ഞിട്ട് ഒത്തിരി ആളുകളെ മിസ്ലീഡ് ചെയ്യുന്നു, മിസ്ഗൈഡ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇനിയായാലും ഈ സോഷ്യൽ മീഡിയയിലേക്ക് പോകുമ്പോൾ റൈറ്റ് ഇൻഫോർമേഷൻ ആണോ, ക്വാളിഫൈഡ് പേഴ്സൺ ആണോ അത് തരുന്നത്, കറക്റ്റ് ആണോ എന്ന് നോക്കാതെ ഇതിലേക്ക് പോയി അത് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിലുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ നിങ്ങൾ റൈറ്റ് ഇൻഫോർമേഷൻ നിങ്ങൾക്ക് കിട്ടാതെ വരുമ്പോൾ വേറെ രീതിയിലേക്ക് നിങ്ങൾക്ക് അത് അബദ്ധത്തിലേക്ക് പോയി നിങ്ങളുടെ ലൈഫിനെ, എസ്പെഷ്യലി സെക്ഷൽ ഹെൽത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയതാണ്, വേറെ രീതിയിൽ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ആരെങ്കിലും പരസ്യം ചെയ്യുന്ന മെഡിസിൻസോ അല്ലെങ്കിൽ തഡാഫിലോ സിഡ്നാഫിലോ ഒന്നും കടയിൽ ഓവർ കൗണ്ടർ മെഡിസിൻ അല്ല, എന്നാൽ പോലും ചോദിച്ച പല കടയിലും ഇതൊന്നും മേടിച്ച് ഉപയോഗിക്കാതെ, അതുപോലെ ആയുർവേദ ബ്രാൻഡുകളിൽ ഇറങ്ങുന്നത് സേഫ് ആണെന്ന് കരുതി തെറ്റിദ്ധരിച്ച് അത് കാരണം ഇത് ഒരിക്കലും അബദ്ധം പറ്റിക്കഴിഞ്ഞാൽ ആരും പുറത്ത് ഡിസ്കസ് ചെയ്യാറില്ല. കാരണം അത് മറ്റുള്ളവർ അറിയുമെന്നുള്ളൊരു പേടി കൊണ്ട് അവരെ സ്വകാര്യമായിട്ട് വയ്ക്കുകയാണ് ചെയ്യാറ്. ഇതിലുണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ്, പൈസ നഷ്ടം, ഇതിലേക്ക് പോയി പെടരുതെന്നാണ്. നിങ്ങൾ റൈറ്റ് ഒരാളെ കണ്ട് കൺസൾട്ട് ചെയ്ത് നിങ്ങളുടെ പ്രോബ്ലം എന്തെന്ന് അത് കറക്റ്റായിട്ട് പരിഹരിച്ച് അത് ക്യൂർ ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പോൾ ഒരുപാട് കാലം ചിലപ്പോൾ സെക്ഷലി ഭയങ്കര ആക്റ്റീവ് ആയിരിക്കാം, പെട്ടെന്ന് ഒരു ദിവസം ഈ സെക്സിനോട് തന്നെ പൂർണ്ണമായി വിരക്തി തോന്നുന്ന കേസുകൾ ഉണ്ടായിട്ടുണ്ട്? ഒത്തിരി ഉണ്ട്. മുമ്പ് സെക്ഷലി വളരെ ആക്റ്റീവ് ആയിരുന്നു, പിന്നീട് മോസ്റ്റ്ലി എന്തെങ്കിലും ലൈഫ് ഇൻസിഡൻ്റ് ആവാം, ലൈഫിലുണ്ടാവുന്ന പെട്ടെന്ന് വന്ന എന്തെങ്കിലും സ്ട്രെസ്സോ, ബിസിനസ് സ്ട്രെസ് ആവാം, ലൈഫിൽ എന്തെങ്കിലും ഉണ്ടായ ലോസ്റ്റ് ആവാം, അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണർ നമ്മളെ അറ്റൻഡ് ചെയ്യാതിരിക്കുന്ന ഒരു കാരണങ്ങളാവും, പഴയ കെയറോ ലവോ നമുക്ക് കിട്ടാത്തതാവാം, അല്ലെങ്കിൽ ഇത് പാർട്ട്ണർ നമ്മളിൽ നിന്ന് അകന്നു പോകുന്ന ഒരു ഫീലിംഗ് ആവും, അല്ലെങ്കിൽ ലൈഫിൽ ഉണ്ടാവുന്ന ചില ചേഞ്ചസ് ആയിരിക്കാം നമ്മുടെ, പിന്നെ മെഡിക്കൽ കണ്ടീഷൻസ് ആവാം. ഇപ്പോൾ
തൈറോയിഡിന് ഉണ്ടാകുന്ന അബ്നോർമാലിറ്റികൾ, അതെ. നമുക്ക് ഉണ്ടാകുന്ന ഡിപ്രഷൻ പോലത്തെ അവസ്ഥകൾ, ഉം. ഇതൊക്കെ നമ്മൾ ഇതിലേക്ക്, പിന്നെ നമ്മുടെ ഹോർമോണിൽ ഉണ്ടാകുന്ന ഒരു ഡ്രൈവ് കുറഞ്ഞു വരുന്ന അവസ്ഥ, ഒരു ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവ് നമ്മൾ ഫസ്റ്റ് തന്നെ ചെക്ക് ചെയ്യും. ആ സാധനം വളരെ കുറഞ്ഞു കഴിഞ്ഞാൽ ഉം. സെക്ഷൽ മൂഡ് എനിക്ക് ഉണ്ടാവില്ല. ഉം. അവനെ എന്നെ കൺട്രോൾ ചെയ്യുന്നതിൽ ഹോർമോണല്ല, അതിൽ ഇംബാലൻസുകൾ ഉണ്ടാകുമ്പോൾ ഈ സിറ്റുവേഷൻസ് ഉണ്ടാവും. എൻവയറമെൻറ്റും സിറ്റുവേഷനൊക്കെ എന്നെ കാര്യമായിട്ട് ബാധിക്കും. ക്രോണിക്കായിട്ട് ഞാനൊരു ഹൈപ്പർ ടെൻസീവ് ഉള്ള ഒരാളാണ്, അതിൻ്റെ മെഡിസിൻസ് കഴിക്കുമ്പോൾ അത് എന്നെ ബാധിച്ചെന്നിരിക്കാം. ഉം. ചില ആൻറ്റി ഹിസ്റ്റമിൻ മെഡിസിൻസ് എടുക്കുമ്പോൾ അതിന് ടെമ്പററി സൈഡ് എഫക്റ്റ് ഉണ്ടാകും. ഉം. ഒരു ഈവൻ ഒരു UTI പോലും സെക്ഷൽ ഇതിനെ ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട്, പെയിനോ കാര്യങ്ങളോ ഉണ്ടാകുന്നുണ്ട്. എൻ്റെ മൂഡ് ഇതിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ മെനി റീസൺ കൊണ്ട് ഞാൻ ചിലപ്പോൾ വളരെ ആക്റ്റീവായ ഒരാൾ പെട്ടെന്ന് ഡൗൺ ആവുന്ന ഒരു അവസ്ഥയിലേക്ക് വരാറുണ്ട്. നമ്മൾ അതിൻ്റെ റൂട്ട് കോസുകളാണ് എന്തെന്ന് അറിഞ്ഞിട്ട് പരിഹരിക്കുന്നത്. അത് കണ്ടെത്തിയിട്ട് അതിന് പരിഹാരം ചെയ്യുകയാണ് വേണ്ടത്. ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രശംസയും അതുപോലെ തന്നെ കല്ലേറും കൊണ്ട ഒരു കപ്പിളുണ്ട്. അതായത് ഈ പാർട്ട്ണർ, ഈ പുരുഷൻ എന്ന് പറയുന്നത് നേരത്തെ ഹെൽത്തി ആയിട്ടുള്ള ഒരാളായിരുന്നു. പിന്നീട് ആക്സിഡന്റിന് ശേഷം അരക്ക് കീഴ്പോട്ട് തളർന്ന ഒരാളാണ്, വീൽ ചെയറിലൊക്കെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ സ്ത്രീ ആണെങ്കിൽ വിവാഹം ഉറപ്പിച്ചായിരുന്നു ഇവർ നേരത്തെ, പക്ഷെ വിവാഹം ഉറപ്പിക്കലിന് ശേഷമാണ് ഈ ആക്സിഡന്റ് ഒക്കെ ആയത്. പക്ഷെ ഇവർ രണ്ടുപേരും ഇപ്പൊ സുഖമായിട്ട് ഹാപ്പി ആയിട്ട് ജീവിക്കും. നമുക്ക് ഇവരുടെ വീഡിയോസ് കണ്ടു കഴിഞ്ഞാലും ഷോസ് കണ്ടു കഴിഞ്ഞാലും നമുക്ക് മനസ്സിലായി ഇവർ ഭയങ്കര ഹാപ്പിയാണ്. പക്ഷെ അതിൽ കൂടുതലായി വരുന്ന കമന്റ്സ്, ഈ പെൺകുട്ടി കുറച്ചു കാലം കഴിഞ്ഞാൽ ഈ അരക്ക് കീഴ്പോട്ട് തളർന്ന ഈ യുവാവിനെ ഇട്ടിട്ട് പോവും, ഇവർ തമ്മിലുള്ള ഒരു ലൈംഗികത എങ്ങനെയായിരിക്കും, ഒരു ലൈംഗിക ബന്ധം ഇല്ലാതെ ഒരു മാരേജ് മുന്നോട്ട് പോവോ എന്നുള്ള ചോദ്യങ്ങളുണ്ട് ഈ കമന്റുകൾ പറയുന്നത്. അത്തരത്തിലുള്ള കേസസിനോട് ഡോക്ടർക്ക് എന്താ പറയാനുള്ളത്? ഫസ്റ്റ് അത് അവർ രണ്ടുപേരും ശരിക്കും അതിൻ്റെ എല്ലാം തീരുമാനിച്ചതിന് ശേഷം അവരൊരു ലൈഫിലേക്ക് എത്തിയതാണ്. അവർക്ക് കുറേയൊക്കെ ഐഡിയ ഉണ്ടാവും എന്താണ് സംഭവിക്കുന്നതെന്നും ഭാവിയിൽ എന്താ സംഭവിക്കുന്നതെന്നും ഇതിൻ്റെയൊക്കെ കോൺസിക്വൻസും പ്ലസും മൈനസൊക്കെ അറിഞ്ഞിട്ടായിരിക്കും അവർ അതിലേക്ക് എത്തിയത്. ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഒരു സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവാൻ ഫസ്റ്റ് അവൾക്ക് വേണ്ടത് ലവ് ആണ്, കെയർ, ഇഷ്ടമാണ്, ഇതൊക്കെ വേണം. അത് കിട്ടിയതിന് ശേഷം പിന്നെ അരയിൽ താന്ന് കിടക്കുന്ന, അരയ്ക്ക് താഴെയാണ് അദ്ദേഹത്തിന് പ്രോബ്ലം ഉള്ളൂ. അദ്ദേഹത്തിന് ടച്ച്, ഹഗ്, ഇതിലൂടെയൊക്കെയും ഒരു പ്ലഷർ. സ്ത്രീക്ക് പെനിട്രേഷൻ തന്നെ വേണമെന്നില്ല, ഒരു ഇൻ്റർകോഴ്സ് തന്നെ വേണമെന്നില്ല അവൾക്കൊരു സെക്ഷൽ ഒരു പ്ലഷറിലേക്ക്, ഓർഗാസം, ശരിയായ ഒരു ഡീപ്പ് ലവോ ഒരു ടച്ചോ ഒരു ഹഗ്ഗോ ഇതുകൊണ്ട് തന്നെ സെയിം അവസ്ഥയിലേക്ക് എത്താൻ പറ്റും. പക്ഷെ അരയ്ക്ക് താഴെ തളർന്നു കിടക്കുന്ന അദ്ദേഹത്തിന് ചിലപ്പോൾ ഒരു ഓർഗാസിലെത്താൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ അദ്ദേഹത്തിനെ സംബന്ധിച്ച് അവർ അത് ഓക്കെയാണ്. അവർ സെക്സ് മാത്രമല്ല അവരുടെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ്. ലൈഫ് ഹാപ്പി ആവണമെങ്കിൽ സെക്സ് മാത്രമാണെന്ന് നിർബന്ധമൊന്നുമില്ല. അവിടെ സ്നേഹമുണ്ട്, പരിഗണനയുണ്ട്, മനസ്സിലാക്കലുണ്ട്, സന്തോഷം ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ച് ഓക്കെയാണ്. പക്ഷേ ആ സ്ത്രീ, പക്ഷേ അദ്ദേഹത്തിന് അതേ അവസ്ഥയിൽ നിന്നും സ്ത്രീയെ ഹാപ്പിയാക്കാൻ പറ്റും. പെനിട്രേഷൻ ഒഴിച്ച് ഇൻ്റർകോഴ്സ് വെച്ച് ബാക്കി എല്ലാം കൊണ്ട് അവർക്ക് ആ ലെവലിൽ എത്താനും സാധിക്കും. അത് ഒരിക്കലും ഒരു കുഴപ്പമില്ല. മറ്റുള്ളവർ അവരവർ ഊഹിച്ച് അവരുടെ ലൈഫായിട്ട് കമ്പയർ ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ കമൻ്റ് ഇട്ട് പോണതാണ്. അപ്പൊ ഡോക്ടർ, സെക്സുമായിട്ട് നമ്മളെ മനസ്സിലുണ്ടായിരുന്ന ഒരുപാട് ടാബൂസ് അല്ലെങ്കിൽ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഡോക്ടർ ഇപ്പോൾ ഉത്തരം തന്നു. അല്ലെങ്കിൽ ഇപ്പൊ സെക്സിനെ കുറിച്ച് തുറന്നു പറയാൻ മടിയുള്ള ആളുകൾക്ക്, അല്ലെങ്കിൽ തുറന്ന് ചോദിക്കാൻ മടിയുള്ള ആളുകൾക്ക് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു സെഷൻ തന്നെയായിരുന്നു. താങ്ക് യു ഡോക്ടർ. താങ്ക് യു.